ഹായ് കൂട്ടുകാരെ, അപ്പം എന്തേ എൻ്റെ കുറേ സാരി കളക്ഷൻ കണ്ടാലോ. അപ്പോൾ ഇതേ ഒരു പെട്ടിക്കകത്തുനിന്ന് കുറേ സാരി എടുത്തുകൊണ്ട് വെച്ചിട്ട് ഒരാൾ നോക്കണേ. അപ്പോൾ അവൾ നോക്കണ ഫസ്റ്റ് സാരി എൻ്റെ 10ാം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ അണ്ണൻ വാങ്ങിച്ചു തന്നു. അപ്പോൾ ആ സാരി വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ബോംബെയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നാട്ടിലൊന്നും ബോംബെയിൽ വെച്ചും അങ്ങനെ മാറി മാറി പല പ്രാവശ്യമായിട്ട് വാങ്ങിച്ച കുറേ സാരിയുണ്ട്. പക്ഷേ ഇത്രയേറെ സാരി ഉണ്ടായിട്ട് ഞാൻ അങ്ങനെ സാരി ഉടുക്കത്തില്ല. എനിക്ക് വലുതായിട്ട് സാരി ഉടുക്കാനൊന്നും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ സാരി ഉടുക്കാൻ അറിയത്തില്ല. ഒരു സാരി ഉടുക്കണമെങ്കിൽ ഒരു 10-15 പിന്ന് വേണം. അത് ചുരിദാർ ഇട്ടങ്ങ് ശീലിച്ചത് കൊണ്ടിട്ടാണ്. അപ്പം ദേ ഒരു സാരി എടുത്ത് വയ്ക്കുന്നത്. ഈ ഒരു സാരി അവൾ എടുക്കണില്ല. അതെൻ്റെ ആങ്ങളുടെ കല്യാണത്തിന് താലികെട്ടിന് വാങ്ങിച്ച സാരിയാണ്. അന്ന് ഇറങ്ങിയ മോഡലാണ് ഈ സാരിക്ക്. അത് ഒരു 17 വർഷമാവണം ഈ സാരി വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതും എൻ്റെ അനിയത്തി വാങ്ങിച്ചു തന്ന സാരിയാണ്. ഇത് ഞാൻ ആകെ ഒരു ദിവസമേ ഉടുത്തിട്ടുള്ളൂ. അത് വാങ്ങിച്ചിട്ട് ഒരു 8-9 വർഷമാവും ഈ സാരി. അത് 3 സാരി വാങ്ങിച്ച് 3 പേർക്കായിട്ട് തന്നതാണ്. അമ്മയ്ക്കും എനിക്കും പിന്നെ വേറെ ഒരാൾക്കും കൂടി വാങ്ങിച്ചു തന്നതാണ് 3 സാരി. അപ്പോൾ ഇതെൻ്റെ അനിയത്തി വാങ്ങിച്ചതാണ്. പിന്നെ എൻ്റെ തൊട്ട് താഴെ ഇരിക്കണ വേറൊരു സാരി എൻ്റെ മോള് തപ്പണത് ഈ ഒരു സാരിക്ക് വേണ്ടിയിട്ടാണ്. ഈ സാരി വാങ്ങിച്ചിട്ട് 17 വർഷം പൂർത്തിയായി. ഈ സാരിക്ക് വേണ്ടിയിട്ടാണ് അവൾ ഈ പെട്ടി എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇത്രയും സാരി തപ്പിയത്. കാരണം അവൾക്ക് ഈ ഓണത്തിന് അവൾക്ക് ഡ്രസ്സ് എടുക്കേണ്ട പൈസ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവൾക്ക് അതിലൊന്നുമല്ല നോട്ടം. അവൾക്ക് എൻ്റെ ഈ ഒരു സാരി ഉടുക്കാൻ അവൾ കുറേ നാളുകൊണ്ട് കൊതിക്കുന്നു. പക്ഷേ ഇന്നാണ് പുള്ളിക്കാരി ഈ സാരി കയ്യിലെടുത്തത്. കാരണം ഞാൻ കൊടുക്കത്തില്ല, എനിക്ക് പേടി. അവൾ സാരി എടുത്തു കഴിഞ്ഞാൽ അലസതയോടെ കൊണ്ടങ്ങിടും. പിന്നെ അടുത്തൊരു സാരി അവൾ എടുക്കണമെന്ന് വെച്ചാൽ ഈ സാരി ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ എൻ്റെ അണ്ണൻ വാങ്ങിച്ചു തന്ന സാരിയാണ്. നല്ല കനവും കട്ടിയൊക്കെ കൊണ്ട്. അതേസമയത്ത് കട്ടിയെന്ന് പറയുമ്പം കുഴത്തൊരു കട്ടി സാരി, സിൽക്ക് പോലത്തെ നല്ല രസമാണ് ആ സാരിക്ക്. പിന്നെ പീക്കോക്കിൻ്റെ അതിൽ റാണി പിങ്ക് ലൈനൊക്കെ ഉള്ളൊരു സാരിയാണ്. അപ്പോൾ നല്ല രസമുണ്ട്. അടുത്ത സാരി നല്ല മഷി കളറിൻ്റെ ഈ നേവി ബ്ലൂവിൻ്റെ സാരി. ഇത് രാമചന്ദ്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ രാമചന്ദ്രയിൽ നിന്ന് വാങ്ങിച്ച സാരിയുണ്ട്. പിന്നെ അതേ അടുത്തെടുക്കണ സാരി എന്ന് വെച്ചാൽ ഈ കളർ സാരി. ഇത് ബോംബെയിൽ നിന്നുള്ള സാരിയാണ്. ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ വാങ്ങിച്ച സാരിയാണ്. ഇത് ഈ സാരി. അത് എത്ര വർഷമായെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഒരു 9 വർഷമോ 10 വർഷമോ ഒക്കെ ആയെന്ന് തോന്നുന്നു. ഈ സാരി കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ലീവിന് വന്നപ്പോൾ എനിക്ക് എടുത്ത സാരി. അതായത് 22 വർഷമായി ഈ സാരി എനിക്ക് വാങ്ങിച്ചു തന്നിട്ട്. പക്ഷേ ഇതും ഒരു 3 സാരി ഉണ്ടായിരുന്നു. 2 എനിക്ക്, 1 നാത്തൂനാട്ടോ വാങ്ങിച്ചത്. അത് നാത്തൂന് വാങ്ങിച്ചത് വേറൊരു സാരിയായിരുന്നു. പിന്നെ എനിക്ക് മെറ്റലിൻ്റെ ഒരു സാരി, പിന്നെ ഒരു ഗ്രേ കളർ സാരി. അപ്പോൾ ഈ മെറ്റലെന്ന് വെച്ചാൽ മൊത്തം കല്ലാണ് കേട്ടോ, വെറും മുത്തല്ല, വെറും കല്ലാണ് ആ സാരിക്ക്. പിന്നെ അടുത്തത് എടുക്കണ സാരി ഇതാണ് എൻ്റെ മന്ത്രകോടി. എനിക്ക് എൻ്റെ അണ്ണ ആദ്യമായിട്ട് ഞാൻ കല്യാണത്തിൻ്റെ താലി കെട്ടിയപ്പോൾ കൊടുത്ത സാരി. ഞങ്ങൾക്ക് അങ്ങനെ വലിയ ആഡംബര കല്യാണമൊന്നും അല്ലായിരുന്നു കൂട്ടുകാരെ. അപ്പം എന്നാലും എനിക്ക് വാങ്ങിച്ചു തന്നപ്പോൾ ഞാൻ കൊടുത്ത സാരിയാണ്. ഏറ്റവും വില കുറവാണ് ആ സാരിക്ക്. ആ സാരിയുടെ വില അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം, അല്ല ഞാൻ പറയത്തില്ല. ഈ സാരി ഞാൻ ഒരു 7-8 വർഷമാവണം. ഞങ്ങളവിടെ അമ്പലപ്പുഴയായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച സാരി. തീർന്നില്ല സാരിയുടെ കഥകൾ. ഇനി ഒത്തിരി സാരികളുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി സാരികൾ എൻ്റെ വീട്ടിലുണ്ട്. പക്ഷേ ഞാൻ ഒന്നും ഉടുക്കാതെ ഒരു ദിവസം 2 ദിവസം ഉടുത്തിട്ട് മാറ്റി വെച്ച സാരികളാണ്. ഈ സാരി എന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട സാരി വീണ്ടും അവളെടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സാരി സാധാരണ ഒരു കല്യാണത്തിന് ഉടുക്കാൻ പറ്റിയൊരു സാരിയാണ്. അത്രയ്ക്ക് നല്ലൊരു സാരിയാണ്. ഇത് ഞാൻ പോത്തീസിൽ നിന്ന് വാങ്ങിച്ച സാരിയാണ്. അപ്പം നല്ല വില കൊടുത്ത് വാങ്ങിച്ചതാണ്. പക്ഷേ എന്തോ എനിക്ക് അങ്ങനെ ഞാൻ ഉടുത്ത് നശിപ്പിക്കത്തില്ല. ഞാൻ കൊണ്ടങ്ങ് വയ്ക്കും. ഒരു ദിവസമോ 2 ദിവസമോ ഉടുത്ത് കഴിഞ്ഞാൽ ഞാൻ ബ്ലൗസിന് പോലും നേരച്ചോ മുറിക്കത്തില്ല. അങ്ങനത്തെ ഒരു സാരിയാണ്. കാരണം എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് നല്ല നീളവും വീതിയൊക്കെ വേണം സാരിയൊക്കെ ഉടുക്കണം. പക്ഷേ എന്തായാലും ഞാൻ സാരി ഉടുത്തങ്ങനെ ശീലമുള്ള ആളല്ലാത്തതുകൊണ്ടിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴും 22 വർഷമായ സാരികൾ. അപ്പോൾ ആ ഒരു സമയം തൊട്ട് ഞാൻ അങ്ങനെ വലുത് സാരി ഉടുക്കത്തുള്ളൂ. എന്നാലും ഇപ്പം സാരി ഉടുക്കണില്ല. എന്നാലും ഒത്തിരി സാരി കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. ഒരു പെട്ടിയിൽ മാക്സിമം ഒരു 10-25 സാരിയൊക്കെ ഞാൻ അടുക്കി വെക്കും. പിന്നെ പല സ്ഥലത്തായിട്ട് അങ്ങനെ സാരികളൊക്കെ ഇരിക്കും. അലമാരയിലും അവിടെ ഇവിടെയായിട്ടൊക്കെ ഒത്തിരി സാരിയുണ്ട്. അങ്ങനെ അതാണ് എൻ്റെ സാരി കളക്ഷൻ. അപ്പം ഞാൻ പറഞ്ഞത് മറക്കാത്തതാണെങ്കിൽ ഒരാൾ സാരി എടുത്ത് കുഴഞ്ഞ് തളർന്ന് കിടക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കൂ.